ഇന്ന് നമ്മൾ പറയുന്നത് പാരസെറ്റമോളിൻ്റെ ഡോസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ പാരസെറ്റമോളിൻ്റെ ഡോസ് നിങ്ങൾ എങ്ങനെ കൊടുക്കാമെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പാരസെറ്റമോൾ സാധാരണ പനിക്കോ അല്ല എന്നുണ്ടെങ്കിൽ വേദനക്കോ ആണ് നമ്മൾ നൽകുന്നത്. അങ്ങനെ നൽകുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പനി എന്ന് പറയുന്നത് ഒരു ലക്ഷണം മാത്രമാണ്. അപ്പോൾ കുട്ടിക്ക് ആ പനിയിലോട്ട് നയിക്കുന്ന സീരിയസ് ആയിട്ടുള്ള വല്ല അസുഖം ഉണ്ടോ എന്ന് ഡോക്ടറെ കാണിച്ച് ഉറപ്പ് വരുത്തേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ സ്വയം ചികിത്സ പനിക്കാണെങ്കിൽ പോലും ചെയ്യരുത്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഒരു സെഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡോക്ടറെ കാണിക്കുന്നത് വരെ കുട്ടിക്ക് ഒരു ആശ്വാസം വേണം. ഒരു എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പാരസെറ്റമോൾ കൊടുക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ എങ്ങനെ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എത്രയാണ് വേണ്ടത്. നിങ്ങളുടെ കുട്ടിക്ക് 15 മില്ലിഗ്രാമാണ് 1 കിലോഗ്രാം വെയിറ്റിന് പാരസെറ്റമോൾ വേണ്ടത്, ഒരു നേരം വേണ്ടത്. അതായത് നിങ്ങളുടെ കുട്ടിക്ക് 10 കിലോ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 15 ഗുണം നിങ്ങളുടെ കുട്ടിയുടെ തൂക്കം, ഇതാണ് തൂക്കം. മനസ്സിലായല്ലോ? 15 ഗുണം തൂക്കം കൂട്ടുക. അപ്പോൾ എത്ര കിട്ടുന്നോ അത്രയും മില്ലിഗ്രാമാണ് ഒരു നേരം ആ കുട്ടിക്ക് വേണ്ടത്. അത്രയും മനസ്സിലായല്ലോ? ഇപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് 5 കിലോ ഉണ്ടെങ്കിൽ 5 ഗുണം 15 75. നിങ്ങളുടെ കുട്ടിക്ക് തൂക്കം 6 കിലോ ഉണ്ടെങ്കിൽ 6 ഗുണം 15. അത്രയും മില്ലിഗ്രാമാണ് ഒരു നേരം വേണ്ടത്. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് 150 ആണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ആ 150 എങ്ങനെ കൊടുക്കാം? കാരണം ഇന്ന് മാർക്കറ്റിൽ പല വിധത്തിലുള്ള പാരസെറ്റമോൾ അവൈലബിൾ ആണ്. 5 ml 250 മില്ലിഗ്രാം ഉള്ളത് അവൈലബിൾ ആണ്. 5 ml 125 ഉള്ളത് അവൈലബിൾ ആണ്. അതുപോലെ 1 ml 100 മില്ലിഗ്രാം വരുന്ന ഡ്രോപ്പ് അവൈലബിൾ ആണ്. അപ്പം ഇതിലേത് വാങ്ങാം എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ കുട്ടിക്കൊരു 10 കിലോ അല്ലെങ്കിൽ 10ൻ്റെ മുകളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ബോട്ടിൽ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഒരു 10 കിലോൻ്റെ താഴെയുള്ള കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബോട്ടിൽ വാങ്ങുന്നതായിരിക്കും നല്ലത്. അത് ഈ കുട്ടിക്ക് 10 കിലോൻ്റെ മുകളിലുള്ള കുട്ടിക്ക് ഈ ബോട്ടിൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. പക്ഷേ 10 കിലോൻ്റെ മുകളിലുള്ള കുട്ടിക്ക് ഏകദേശം 150 മില്ലിഗ്രാം വേണ്ടി വരുമല്ലോ. അപ്പോൾ ചെറിയ ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും. അപ്പോൾ ഹൈ ഡോസിൽ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാലം ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് അങ്ങനെ നിർബന്ധമില്ല ഇത്ര പ്രായം വരെ ഇന്ന ഡോസ്, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പിന്നെ ഡ്രോപ്പ് ആർക്കാവണമെങ്കിൽ കഴിയുന്നതും 6 മാസത്തിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് നമ്മൾ ഡ്രോപ്പ് ഉപയോഗിക്കുക, ഈ പാരസെറ്റമോൾ ഡ്രോപ്പ് ഉപയോഗിക്കുക. അങ്ങനെ ആകുമ്പോൾ കാരണം അവർക്ക് കുറച്ച് മതിയാകുമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കയ്യിലുള്ളത് ഇതാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ എത്ര ml ആ കുട്ടിക്ക് കൊടുക്കണം? ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് 5 ml 250 ഉള്ളതാണ്. അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ആദ്യം പറയാം. അതായത് അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും 5 മില്ലി കണ്ടെയ്ൻ 250. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതാണ്, ഈ ടൈപ്പ് ഓഫ് സിറപ്പാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കുട്ടിയുടെ തൂക്കം വെച്ചിട്ട് എത്ര മില്ലിഗ്രാം വേണമെന്ന് കണ്ടുപിടിക്കുക. അത്രയും മില്ലിഗ്രാമിനെ 50 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുന്നത് അത്രയും ml ആണ് 250ൻ്റെ കുപ്പിയാണെങ്കിൽ നിങ്ങൾ നൽകേണ്ടത് ഒരു നേരം. ഇനി അഥവാ നിങ്ങളുടെ കയ്യിലുള്ളത് 125ൻ്റെ ഈ വരുന്ന കുപ്പിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം? നിങ്ങളെ കുഞ്ഞിൻ്റെ തൂക്കത്തോടൊപ്പം 15 ഗുണിച്ച് കിട്ടുന്ന ഈ സംഖ്യയെ 25 കൊണ്ട് ഹരിച്ചാൽ എത്രയാണോ വരുന്നത് അത്രയും ml ആണ് ഈ കുപ്പിയാണെങ്കിൽ നൽകേണ്ടത്. ഇനി ഒരു കുഞ്ഞ് ബേബിയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു 6 മാസത്തിന് താഴെ പ്രായമുള്ള ബേബിയാണെങ്കിൽ നമ്മൾ ഇതാണല്ലോ എടുക്കുക. അതെങ്ങനെ കൊടുക്കാം? ഇപ്പം നിങ്ങളെ കുഞ്ഞിന് ഒരു 4 മാസം പ്രായമുണ്ട്, കുഞ്ഞിന് 5 കിലോ തൂക്കമുണ്ട്. അപ്പോൾ എങ്ങനെയാണ്? 5 ഗുണം 15 ചെയ്യുമ്പോൾ 75. ഇനി ഈ 75 എങ്ങനെ കൊടുക്കാം? കാരണം ഈ ഡ്രോപ്പിൽ 1 ml 100 മില്ലിഗ്രാം ഉണ്ട്. നമുക്ക് 100 വേണോ? വേണ്ട. കുട്ടിയുടെ തൂക്കം അനുസരിച്ച് 75 മതി. അപ്പോൾ അതെങ്ങനെ കൊടുക്കാം? ആ 75 ഗുണം 5 എത്രയാണോ കിട്ടുന്നത് അത്രയും തുള്ളി. അപ്പോൾ 75 ഗുണം 5 എത്രയാണ്? 15. അപ്പോൾ 15 തുള്ളി ഒരു നേരം കൊടുക്കണം. ഈ 75 എങ്ങനെ വന്നെന്ന് അറിയാലോ? അതായത് നിങ്ങളുടെ കുട്ടിയുടെ തൂക്കം ഗുണം പാരസെറ്റമോളിൻ്റെ ഡോസ്. 1 കിലോക്ക് 15 ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 75 വരുന്നു. അപ്പോൾ 75 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അത്രയും തുള്ളിയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 100 കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പോൾ 100 ഗുണം 5 അപ്പോൾ എത്രയാണ്? 20. അപ്പോൾ 20 തുള്ളി കൊടുക്കണം ഒരു നേരം. അത് മനസ്സിലായല്ലോ? അങ്ങനെയാണ് പാരസെറ്റമോൾ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി
നിങ്ങൾ കുപ്പി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 കിലോൻ്റെ ഒക്കെ മുകളിലുള്ള കുട്ടിയാണെങ്കിൽ കഴിയുന്നതും ഈ 250 കുപ്പി വാങ്ങിച്ചാൽ മതി. കാരണം ഇതാവുമ്പോൾ ഏകദേശം 6 ml ഒരു നേരം കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് കുപ്പി തീർന്നു പോകും. അപ്പോൾ 10ന് താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് വാങ്ങിച്ചാൽ മതി. പിന്നെ ഒരു 6 മാസത്തിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിക്കുക, അതായത് ഡ്രോപ്പ് വാങ്ങിക്കുക കേട്ടോ. പിന്നെ ഇതിലൊന്നും പറയുന്ന ബ്രാൻഡൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്തതോ അഡ്വൈസ് ചെയ്യുന്നതോ അല്ല, ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. അതുകൊണ്ട് ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾ കണക്കാക്കേണ്ട. നിങ്ങളെ ഡോക്ടർ തരുന്ന ബ്രാൻഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് വാങ്ങാം. ബ്രാൻഡൊന്നും ഒരു പ്രൊമോഷൻ ഇതിലില്ല. ഏത് ബ്രാൻഡായാലും ഈ കണ്ടന്റ് ബാക്കിൽ നോക്കി എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഇത് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം.